140 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള സ്വകാര്യ ബസ്സുകളുടെ താൽക്കാലിക പെർമിറ്റ് പുതുക്കി നൽകാത്തതുമൂലം നിരവധി പ്രൈവറ്റ് ബസ്സുകളുടെ ഓട്ടം നിലയ്ക്കുന്നു. ഇടുക്കി ജില്ലയിൽ മാത്രം 70 ബസ്സുകളുടെ സർവീസ് നിലയ്ക്കുമെന്നാണ് കണക്ക്. കേരളത്തിലാകമാനം 2000-ഓളം പ്രൈവറ്റ് ബസ്സുകൾ റോഡുകളിൽ നിന്നും അപ്രത്യക്ഷമാകും. സർക്കാരിൻ്റെ ഈ നടപടി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇടുക്കി അടക്കമുള്ള ഹൈറേഞ്ച് മേഖലകളിൽ നിന്ന് കൊച്ചി, തിരുവനന്തപുരം അടക്കമുള്ള ദീർഘദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സാധാരണക്കാരെയാണ്. 140-ലധികം കിലോമീറ്റർ ഓടുന്ന 70 സ്വകാര്യ ബസ്സുകൾ ഇടുക്കി ജില്ലയിൽ മാത്രം സർവീസ് നടത്തുന്നുണ്ട്. അവയുടെയെല്ലാം പെർമിറ്റ് പുതുക്കുന്ന കാര്യം തുലാസിലായിരിക്കുകയാണ്. ഈ ബസ്സുകൾ ഉടൻ സർവീസ് നിർത്തിയാൽ ജില്ലയിലെ വിദൂര മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ വലിയ യാത്രാക്ലേശം നേരിടേണ്ടി വരും. 2009 മുൻപുള്ള ഇത്തരം ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. ജില്ലയിലെ പല മേഖലകളിലും യാത്രാക്ലേശം അതിരൂക്ഷമാണ്. മറയൂർ, കാന്തല്ലൂർ, വട്ടവട മേഖലകളിൽ ഇത്തരം ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ആലുവയിൽ നിന്നും എറണാകുളത്തു നിന്നും വരുന്ന ബസ്സുകളാണ് ഇതെല്ലാം. കാന്തല്ലൂരിലേക്ക് ആകെ 2 KSRTC ദീർഘദൂര ബസ്സുകൾ മാത്രമാണ് ഉള്ളത്. മറയൂരിലേക്ക് 6 സർവീസുകളുണ്ട്. സ്വകാര്യ ബസ്സുകൾ നിലച്ചാൽ വലിയ യാത്രാക്ലേശമുണ്ടാകും. ഇപ്പോൾ ജീപ്പുകളും മറ്റ് ടാക്സി വാഹനങ്ങളും അമിത ചാർജാണ് ഈടാക്കുന്നത്. അത് ഇനിയും കൂടും. ഇടുക്കിയിലെ മറ്റ് വിദൂര പ്രദേശങ്ങളുടെ സ്ഥിതിയും ഇതാണ്. നിരവധി വിദ്യാർത്ഥികളും ഈ ബസ്സുകളെ ആശ്രയിച്ച് വരുന്നുണ്ട്. കൂടാതെ ഈ ബസ്സുകളിലെ ജീവനക്കാരുടെ കാര്യവും കഷ്ടത്തിലാകുമെന്ന് ഉടമകൾ പറയുന്നു. ഇപ്പോൾ തന്നെ പല ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. അത് യാത്രക്കാരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, ട്രാൻസ്പോർട്ട് ബസ് KSRTCയെ സമീപിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥയും പ്രൈവറ്റ് ബസ്സും തമ്മിലുള്ള അന്തരം ഈ ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ ഇവിടെ പ്രൈവറ്റ് ബസ് പ്രവർത്തിക്കുമ്പോൾ അതിനെ ഒഴിവാക്കുക എന്നുള്ളത് ജനവിരുദ്ധമായ നടപടിയാണെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മലയോര മേഖലയിലെ യാത്രാവശ്യങ്ങൾ 80% നിറവേറ്റുന്നത് സ്വകാര്യ ബസ് സർവീസുകളാണ്. KSRTC എത്തിച്ചേരാത്ത ഉൾനാടൻ ഗ്രാമങ്ങൾ വരെ ഹൈറേഞ്ചിലുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെ 140 കിലോമീറ്റർ അധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കാനുള്ള തീരുമാനം മലയോര മേഖലയിലെ യാത്ര രൂക്ഷമാക്കും. നഗരപ്രദേശങ്ങളുമായി വിവിധ ആവശ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥരും വ്യാപാരികളുമടക്കം പോയി വരുന്നതിന് ആശ്രയിക്കുന്നത് കൂടുതലും സ്വകാര്യ മേഖലയിലെ സർവീസുകളാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂൾ സമയങ്ങളിൽ സഞ്ചരിക്കുവാനുള്ള ജില്ലയിലെ സൗകര്യവും സ്വകാര്യ ബസ് സർവീസുകൾ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ സ്വകാര്യ ഫാസ്റ്റ് പെർമിറ്റുകൾ പദ്ധതി പ്രകാരം ഏറ്റെടുത്തെങ്കിലും അവയ്ക്ക് പകരമായി മുഴുവൻ റൂട്ടുകളിലും KSRTCക്ക് സർവീസ് നടത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവയൊന്നും പരിഗണിക്കാതെ സ്വകാര്യ ബസ്സുകളുടെ ദീർഘദൂര സർവീസുകൾ കൂടി റദ്ദാക്കുന്നത് ജനവിരുദ്ധ നടപടിയാണ്. സ്വകാര്യ ബസ്സുകളുടെ ദീർഘദൂര സർവീസുകൾ നിർത്തലാകുന്നത് ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു റൂട്ടാണ് എറണാകുളം കുമിളി സ്വകാര്യ ബസിൻ്റെ റൂട്ട്. ആ റൂട്ടിലെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ദുരിതങ്ങളെക്കുറിച്ച് ഷെക്കന TVയോട് ബസ് ജീവനക്കാരൻ അഭിപ്രായം തുറന്നു പറയുന്നു. 140 കിലോമീറ്റർ എന്ന് പറയുന്നത് കട്ട് ചെയ്യുന്നത് ഒന്നാമത് സ്കൂൾ കുട്ടികളുണ്ട്. ആ വഴി ഇടുക്കി റൂട്ടിൽ പോകുന്ന സ്കൂൾ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിലെ പോകുന്ന ജനങ്ങൾ എറണാകുളം ഭാഗത്തേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇടുക്കിയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോവുകയും ഈ പ്രൈവറ്റ് ബസ്സിനെ തന്നെ ആശ്രയിച്ച് ഒരുപാട് ആൾക്കാർ പോവുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ 4 മാസത്തെ പെർമിറ്റുമായാണ് ബസ്സുകൾ റൂട്ടിലോടുന്നത്. മിക്കവയുടെയും പെർമിറ്റ് തീരാറായി. 20 ദിവസത്തേക്കെങ്കിലും പെർമിറ്റ് നൽകണമെന്നാണ് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. അതിനിടയിൽ കോടതിയെ സമീപിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാകുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാകുന്നത് മൂലം ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്ന ബസ് ജീവനക്കാരും യാത്രക്കാരും ഉള്ളത് ഇടുക്കിയിലാണ്. തങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരവസ്ഥയെക്കുറിച്ച് ബസ് ജീവനക്കാരൻ ഷെക്കന TVയോട് സംസാരിക്കുന്നു. ഞങ്ങളൊക്കെ ഒരു 10-20 വർഷമായിട്ട് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞാൻ ഈ ഒരു വാഹനത്തിൽ തൊഴിലാളിയാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാൻ എന്തായാലും തൊഴിലെടുത്ത് മാത്രമാണ് ജീവിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനൊരു പ്രസ്ഥാനം നിന്നു പോകുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ദിവസേന 140-ലധികം കിലോമീറ്റർ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകേണ്ടതില്ല എന്ന ഓർഡിനൻസ് പിൻവലിച്ച് പെർമിറ്റുകൾ പുതുക്കി നൽകുവാൻ ഗതാഗത വകുപ്പ് തയ്യാറാകണമെന്നാണ് വിവിധ സംഘടനാ നേതാക്കളും ബസ് ഉടമകളും പറയുന്നത്. അന്യ ജില്ലകളിൽ പഠിക്കുവാൻ പോകുന്ന വിദ്യാർത്ഥികളെയും ജില്ലയുടെ ഉള്ളിൽ തന്നെ ദൂരസ്ഥലങ്ങളിൽ പഠിക്കുവാൻ പോകുന്ന വിദ്യാർത്ഥികളെയും ഇത് വലിയ വിഷമത്തിലാക്കിയിരിക്കുകയാണ്. സർക്കാർ ഉത്തരവ് പിൻവലിച്ച് സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുവാൻ തയ്യാറാകണമെന്നാണ് ഇവർക്ക് പറയുവാനുള്ളത്. സ്വകാര്യ ബസ്സുകളുടെ റൂട്ട് ക്യാൻസലാക്കുകയും ആ റൂട്ട് KSRTC ഓടി മതിയായ രീതിയിൽ യാത്രാ പ്രശ്നം പരിഹരിക്കും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? നിലവിലുള്ള റൂട്ടുകളൊന്നും KSRTC പ്രോപ്പറായിട്ട് ഓടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ പ്രശ്നം കൂടെ അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. 140 കിലോമീറ്ററിലധികം കൂടുതലുള്ള സ്വകാര്യ ബസ് റൂട്ടുകൾക്ക് പെർമിറ്റ് പുതുക്കി നൽകില്ലെന്ന കാര്യത്തിൽ അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം തുടങ്ങുമെന്ന് പ്രൈവറ്റ് ബസ് ഉടമകളുടെ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്.
പെർമിറ്റ് പുതുക്കി നൽകാത്തത് ഹൈറേഞ്ചിൽ യാത്രാക്ലച്ച് വർദ്ധിപ്പിക്കുകയും 2800 തൊഴിലാളികളുടെ ഉപജീവനമാർഗം നഷ്ടമാക്കുമെന്നും കേരള പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ വ്യക്തമാക്കി. കുമളിയിൽ നിന്ന് എറണാകുളത്തിനുണ്ടായിരുന്ന സർവീസ് നിലച്ചത് വ്യാപാര ആവശ്യത്തിന് പോയിരുന്നവരെയും ഉദ്യോഗസ്ഥരെയും ഏറെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. വൈകിട്ട് 5:05-ന് ചെറുതോണിയിൽ നിന്ന് തൊടുപുഴയ്ക്കുള്ള ബസ് കടന്നുപോയാൽ പിന്നെ ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സില്ല. പിന്നെ ആകെയുള്ളത് 6:10-ന് ഒരു KSRTC ആണ്. ഇതുകൂടി എത്തിയില്ലെങ്കിൽ കാട്ടിലകപ്പെട്ടു പോകുന്ന അവസ്ഥയാണുണ്ടാകുന്നത്. സ്വകാര്യ ബസ്സുകളിൽ നിന്നും ഏറ്റെടുത്ത ഫാസ്റ്റ്, സൂപ്പർഫാസ്റ്റ് പെർമിറ്റുകൾ പോലും കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ KSRTCക്ക് കഴിയുന്നില്ലെന്നും പെർമിറ്റ് പുതുക്കില്ലെന്ന നിലപാട് പുനഃപരിശോധിക്കണമെന്നും കേരള പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകൾ ഹൈറേഞ്ച് മേഖലയ്ക്ക് നൽകുന്ന സേവനം ചെറുതല്ല. ദീർഘദൂര സർവീസുകൾ നടത്തുന്ന വാഹനങ്ങൾ എറണാകുളം പോലുള്ള പ്രദേശങ്ങളിൽ നിന്നും ഹൈറേഞ്ചിലേക്ക് മരുന്നുകളടക്കമുള്ള അവശ്യവസ്തുക്കൾ, അതുപോലെ വ്യാപാരികൾ പർച്ചേസ് ചെയ്യുന്ന കെട്ടുകൾ, ഇതെല്ലാം ഈ പറയുന്ന സ്വകാര്യ വാഹനങ്ങളിലാണ് ഹൈറേഞ്ചിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 140ഓളം ബസ്സുകളുടെ 140 കിലോമീറ്ററിന് മുകളിൽ സർവീസ് നടത്തുന്ന 70ഓളം ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കിയതിലൂടെ ഹൈറേഞ്ച് മേഖലയുടെ താളം തെറ്റിയിരിക്കുകയാണ്. എന്ത് കിരാതമായ ഒരു നടപടിയാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് എന്ന് അതിന്റെ ഗൗരവം ഗതാഗത വകുപ്പും സർക്കാരും ചിന്തിക്കണം. 140 കിലോമീറ്ററിലധികം ദൂരത്തുള്ള സ്വകാര്യ ബസ് പെർമിറ്റുകൾ നിർത്തലാക്കുന്നത് സംബന്ധിച്ചുള്ള ഓർഡിനൻസ് 2019-ലാണ് സർക്കാർ പുറത്തിറക്കിയത്. ഈ പെർമിറ്റുകൾ KSRTCക്ക് നൽകാനായിരുന്നു ആലോചന. എന്നാൽ ബസ് ഉടമകൾ ഇത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. ബസ് ഉടമകൾക്ക് അനുകൂലമായി വിധിയുണ്ടായി. എന്നിട്ടും ഇത്തരം ബസ്സുകളുടെ പെർമിറ്റ് താൽക്കാലികമായി മാത്രമേ മോട്ടോർ വാഹന വകുപ്പ് പുതുക്കിയിരുന്നുള്ളൂ. ഇതിനിടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ KSRTC ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് സ്റ്റേ വാങ്ങുകയായിരുന്നു. തങ്ങളെ കേൾക്കാതെയാണ് നടപടിയുണ്ടായതെന്ന് ബസ് ഉടമകൾ പറയുന്നു. ഇതോടെ മോട്ടോർ വാഹന വകുപ്പ് താൽക്കാലിക പെർമിറ്റെങ്കിലും നൽകുമോ എന്ന ആശങ്കയിലാണ് ബസ് ഉടമകൾ. ഇടുക്കി ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം ദീർഘദൂര വാഹനങ്ങളുടെ ബസ്സുകളുടെ പെർമിറ്റുകൾ റദ്ദാക്കുന്നതിലൂടെ ഭയങ്കരമായ യാത്രാക്ലേശം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ കാലങ്ങളായിട്ട് ഹൈറേഞ്ച് മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ച് നെടുങ്കണ്ടം, എറണാകുളം, കട്ടപ്പന, എറണാകുളം, കാന്തല്ലൂർ, എറണാകുളം മുതലായ പ്രദേശങ്ങളിലേക്ക് 140 കിലോമീറ്റർ മുകളിലേക്കുള്ള വണ്ടികളായിരുന്നു സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ആ വണ്ടികളുടെ എല്ലാം പെർമിറ്റ് ക്യാൻസൽ ആകുന്നതോടുകൂടി KSRTCക്ക് പകരം ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവിടെ ഈ നാട്ടിലെ ജനങ്ങളുടെ യാത്രാക്ലേശം വളരെ ദുരിതപൂർണ്ണം ആകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് പ്രൈവറ്റ് ബസ് അസോസിയേഷൻ പറയാനുള്ളത്. പ്രൈവറ്റ് കമ്പനികൾക്ക് വിമാന സർവീസ് നടത്താൻ അനുവാദമുള്ള രാജ്യത്ത് KSRTCക്ക് വേണ്ടി സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തിവെപ്പിക്കുന്നതിന്റെ യുക്തി എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇതുകൊണ്ട് ദുരിതം ഏറ്റവും അധികം ഉണ്ടാകുന്നത് ഇവിടുത്തെ സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കുമാണ്. അവർ വാഹനങ്ങൾ നോക്കി മണിക്കൂറുകൾ റോഡുകളിൽ നിൽക്കേണ്ടി വരും. മാത്രമല്ല, ഈ ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. ലോണെടുത്തും വസ്തു പണയം വെച്ചും ബസ്സുകൾ വാങ്ങിയ ഉടമസ്ഥരുടെ അവസ്ഥ പരിതാപകരമായി തീരും. KSRTCക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന എല്ലാ റോഡുകളും സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുകയാണ് വേണ്ടത്. നല്ല സേവനം നൽകി മത്സര അന്തരീക്ഷം സൃഷ്ടിക്കണം. ആളുകൾ അവർക്കിഷ്ടമുള്ള ബസ്സുകളിൽ കയറിപ്പോകട്ടെ. അങ്ങനെ വന്നാൽ KSRTCയും തനിയെ നന്നാകുമെന്ന് തന്നെയാണ് ഇടുക്കിയിലെ കർഷക മക്കൾക്കും സാധാരണക്കാരായ ബസ്സുടമകൾക്കും പറയാനുള്ളത്. ഷക്കേന ന്യൂസ്, ഇടുക്കി.